ഭരണഘടന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ അവിഭാജ്യ ഘടകമാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഇന്ത്യക്കും ഇതുപോലെ ഒരു ഭരണഘടനയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന ഒരു സഭ, അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ടു ഡ്രാഫ്റ്റ് ആൻഡ് അഡോപ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. രാജ്യത്തിന് വേണ്ട ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഡെഫിനിഷൻ ഒന്നും തന്നെ ചോദിക്കില്ല. പക്ഷെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന ഡിമാൻഡ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് 1934 എം.എൻ. റോയ് എന്ന ചിന്താഗതിക്കാരാണ്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പോയിന്റ്. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം. അദ്ദേഹം ഒരു ലെഫ്റ്റ് തിങ്കർ ആയിരുന്നു. അതേപോലെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം എന്നും അറിയപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ എം.എൻ. റോയ് ആണ് ആദ്യമായിട്ട് ഈ ഒരു ചിന്താഗതി മുന്നോട്ട് വെക്കുന്നത്. അതിനെ പിന്നീട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഗസ്റ്റ് ഓഫറിലൂടെ 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ INC മുന്നോട്ട് വെച്ച ഈ ആശയത്തെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ആശയത്തെ അക്സെപ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമായത് ഫോംഡ് അണ്ടർ ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യപ്പെടുന്നത്. സോ രണ്ട് പോയിന്റ് മാറിപ്പോയത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് ഓഗസ്റ്റ് ഓഫറിലൂടെയും, എന്നാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്യപ്പെട്ടത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ കീഴിലുമായിരുന്നു. ഓക്കെ, സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ആശയത്തെ ഡിമാൻഡ് ചെയ്തത് എം.എൻ. റോയ് ആണ്, വർഷം ഓർത്തു വെക്കുന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935 അത് ഏറ്റെടുക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഗസ്റ്റ് ഓഫറിലൂടെ അത് അക്സെപ്റ്റ് ചെയ്യുകയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ കീഴിൽ 1946 അത് ഫോം ചെയ്യുകയും ചെയ്തു. ഇവിടേക്കുള്ള മെമ്പേഴ്സിനെ ഇന്ന് നമ്മൾ സാധാരണ എലക്ഷൻ പോലെ ഡയറക്ട്ലി പീപ്പിൾസിൽ നിന്ന് എലക്ട് ചെയ്യുകയല്ല ചെയ്തിരുന്നത്, മറിച്ച് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നിന്നായിരുന്നു എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നോട്ട് ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ എന്ന ആ പോയിന്റ് വളരെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കി വെക്കുക. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു പോയിന്റ് ആണ് 389 മെമ്പേഴ്സ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിനുശേഷം വരുന്ന ഈ പോയിന്റ്സ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് നോക്കണം, ജസ്റ്റ് നോക്കി പോയാൽ മതി. 389 അംഗങ്ങള് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച സമയത്ത് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ ശ്രദ്ധിക്കണം, 1947 വിഭജനത്തിന് ശേഷം, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം അത് 299 അംഗങ്ങളായിട്ട് ചുരുങ്ങി. സോ ഈ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം. തുടക്കത്തിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ പാർട്ടീഷന് ശേഷം 299 അംഗങ്ങളായിട്ട് അത് ചുരുങ്ങി. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏതൊക്കെ റെപ്രസെന്റേഷൻസ് ഉണ്ടായിരുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു മേഖലയാണത്. എന്നാലും ജസ്റ്റ് നോക്കിയേക്കാം. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും, മുസ്ലിം ലീഗിൽ നിന്നും, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും, മൈനോറിറ്റീസിൽ നിന്നും, വിമൻസിൽ നിന്നും പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ഇതില് സ്ത്രീകൾ പ്രധാനമായിട്ട് കുറച്ച് സ്ത്രീകളുടെ പേര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളുണ്ട്. അതില് പ്രധാനമായിട്ടുള്ള ഒരാള് സുചേത കൃപലാനിയാണ്. സുചേത കൃപലാനി ഇവരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയും ഇവർ തന്നെയായിരുന്നു കേട്ടോ. GK റിലേറ്റഡ് ആയിട്ട് അതൊന്നും ഓർത്തു വെക്കണം. സുചേത കൃപലാനി. അതേപോലെ ദാക്ഷായണി വേലായുധൻ ഒരു മലയാളിയായിരുന്നു. അതേപോലെ എന്തായിരുന്നു, ദളിത് വുമൺ ആയിരുന്നു. ഈ സഭയിലെ ഏക ദളിത് വുമൺ ആരായിരുന്നു? ദാക്ഷായണി വേലായുധൻ ആയിരുന്നു. ഓക്കെ, ദെൻ അടുത്തത് പിന്നെ ഡോക്ടർ രാജ്കുമാരി അമൃത് കൗർ ഉണ്ട്, ഹൻസ മേത്തയുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് സരോജിനി നായിഡു. ഇവരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ, സ്റ്റേറ്റ് ഗവർണറും ഇവർ തന്നെയായിരുന്നു കേട്ടോ. സരോജിനി നായിഡു ആയിരുന്നു.
ഇവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വുമൺ അതാരായിരുന്നു? സരോജിനി നായിഡു ആണ്. അത് INCയുടെ കാൻപൂർ സമ്മേളനത്തിലായിരുന്നു അവര് പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി കുറച്ച് നമുക്ക് ഡേറ്റുകളും കാര്യങ്ങളെ കുറച്ച് നോക്കാനുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡേറ്റുകൾ അത്രയും കാണാപ്പാടം പഠിച്ചു പോവേണ്ട കുറച്ച് ഡേറ്റുകൾ തന്നെ ഉണ്ട്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9 വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിന്റെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതിന്റെ ടെമ്പററി പ്രസിഡന്റ്. തുടക്ക സമയത്ത് അതിന്റെ പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും ഓൾഡ് പേഴ്സൺ അദ്ദേഹമായിരുന്നു. ഇന്ന് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിയമസഭയ്ക്കാണ് ലോക്സഭയ്ക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രോട്ടോ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. സഭയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആ സഭയുടെ പ്രോട്ടോ സ്പീക്കർ. സോ അതേപോലെ തന്നെ ആ ഒരു മെത്തേഡ്, അതായത് ഫ്രഞ്ചിൽ നിന്നാണ്, എന്റെ ഒരു ഓർമ്മ ശരിയാണ്, ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു രീതി നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് അന്നുണ്ടായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് എലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ട് വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇവിടെ ഒരു ഡീന്റെ കുറവുണ്ട് കേട്ടോ. രാജേന്ദ്ര പ്രസാദ് ആണ്. 1946 ഡിസംബർ 11 അദ്ദേഹത്തെ പ്രസിഡന്റ് ആയിട്ട്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ വൈസ് പ്രസിഡന്റ് ആയിട്ട് 2 പേരുണ്ട്. HC മുഖർജി ആദ്യവും പിന്നെ VT കൃഷ്ണമാചാരി ആയിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് 1947 ജൂലൈ 22 അതേപോലെ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തത് 1950 ജനുവരി 24 ഈ നാഷണൽ ആന്തം ആദ്യം പാടിയത് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അത് 1911 ഡിസംബർ 27 അതൊരു GK ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സോ ഓക്കെ, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഡോക്ടർ BR അംബേദ്കറിനെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇവിടെ 3 പോയിന്റാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് 1946 ഡിസംബർ 13 അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് 1947 ജനുവരി 22 സോ ഇതാണ് പിന്നീട് ഇന്ത്യയുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറ ആകിയത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു പ്രമേയമാണ്. എന്തായിരിക്കണം ആ ഭരണഘടന, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതൊരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ചതാണ് ജവഹർലാൽ നെഹ്റു. സോ അതാണ് പിന്നീട് പ്രിയാമ്പിളിന്റെ അടിത്തറയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് പ്രിയാമ്പിളില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 തത്വങ്ങളുണ്ട്. പ്രിയാമ്പിളിന്റെ സെക്ഷൻ ക്ലാസ്സിൽ നമുക്ക് പറയാം. എന്നാൽ ജസ്റ്റ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. സോ ഇത് ഓർഡർ ആയിട്ട് തന്നെ പഠിക്കണം. ഓർഡർ തെറ്റിച്ചിട്ടൊക്കെ ചോദിക്കും. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഓക്കെ, അതൊന്ന് പ്രിയാമ്പിൾ ക്ലാസ്സിൽ ഞാൻ പറയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തും പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെ, അതിന്റെ ചെയർ ഏതൊക്കെ എന്നുള്ളത് ജസ്റ്റ് നോക്കണം. ഇതിൽ എല്ലാ കമ്മിറ്റിയും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടത്തെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതിന്റെ ചെയർ ആയിട്ട് വന്നിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ടോട്ടൽ 22 കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ ഞാൻ ആരൊക്കെയൊന്നും എഴുതിയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ കമന്റിൽ പിന്നെ ഇത് വെക്കാം. ഇനി ഇതിലെ എല്ലാ കമ്മിറ്റീസും നമ്മൾ അങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കണം എന്തായാലും. ഇതില് ജവഹർലാൽ നെഹ്റു ചെയർ ആയിട്ട് വന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ ഈ 2 കമ്മിറ്റി എന്തായാലും പഠിക്കണം. അതേപോലെ വല്ലഭായ് പട്ടേലിന്റെ കമ്മിറ്റി പഠിക്കണം. അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് നോക്കണം. പിന്നെ സ്റ്റേറ്റ്സ് കമ്മിറ്റി ഉണ്ട്, അതും ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതേപോലെ രാജേന്ദ്ര പ്രസാദിന്റെ കമ്മിറ്റീസും നോക്കി വെക്കാം. കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ,
പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയും നോക്കി വെക്കാം. പിന്നെ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൗസ് കമ്മിറ്റിന്റെ ബി പട്ടാഭി സീതാരാമയ്യ, അതൊന്നും ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. അത്രയാണ് ആ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. ഓക്കെ ഓക്കെ അടുത്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡബിൾ റോള് നിർവഹിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് മാത്രമായിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ജോബ്. 1946 തൊട്ട് 1951-52 കാലഘട്ടത്തില് ആദ്യത്തെ ഇലക്ഷൻ നടക്കുകയും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി എത്തുന്നത് വരെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും എന്ത് വർക്ക് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി പ്രധാന ഈ ഭാഗത്ത് കുറെ ഡേറ്റുകളുണ്ട്, അതൊക്കെ മനപ്പാടാക്കാന്നല്ലാണ്ട് മറ്റൊരു വഴി കാണുന്നില്ല. പിന്നെ പല ട്രിക്സിലൂടെയും പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തായാലും എനിക്കൊക്കെ മനപ്പാടാക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഡ്യൂറേഷൻ ആൻഡ് വർക്കിംഗ്. ഫസ്റ്റ് മീറ്റിംഗ് 1946 ഡിസംബർ 9 കൂടിയിരുന്നത്. ലാസ്റ്റ് മീറ്റിംഗ് ജനുവരി 24, 1950 ഇവിടെ ടോട്ടൽ 11 സെഷൻസും പിന്നെ ടോട്ടൽ 165 സിറ്റിംഗ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. അതിന്റെ ഡ്യൂറേഷൻ കാലാവധി എത്രത്തോളം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 2 വർഷക്കാലവും 11 മാസവും 18 ദിവസവും ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് അതിന്റെ ഡ്യൂറേഷൻ കാലാവധി ഉണ്ടായിരുന്നു. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. ഇനി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. അന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ വർക്കും കഴിഞ്ഞ് അത് സെറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ 1950 ജനുവരി 24 അത് സൈൻ ചെയ്തത്. പക്ഷേ അത് കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വന്നത് ഏതാണ്? 1950 ജനുവരി 26 മാത്രമാണ്. സോ അന്ന് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നവംബർ 26 അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നിലവിൽ വരാൻ 1950 ജനുവരി 26 വരെ വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് പൂർണ്ണ സ്വരാജ് ആശയം മുന്നോട്ട് വെക്കുകയും 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായിട്ട് ആഘോഷിക്കാൻ സമ്മേളനം ആവശ്യപ്പെടുന്നുണ്ട്. സോ ആ ഒരു ഡേറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1930 ജനുവരി 26 എന്ന ആ ഡേറ്റിനെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജനുവരി 26 വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഇതിന് സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻ ദ വേൾഡ്. ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയും ഡെമോക്രാറ്റിക് വാല്യൂ ഒക്കെ ഈ ഒരു ഭരണഘടനയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ്, സെക്യുലറിസം, ഇക്വാലിറ്റി ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇന്ത്യൻ ഡെമോക്രസിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നൽകുന്നതിനും ഇന്ത്യയുടെ നട്ടെല്ലായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കാലഘട്ടത്തെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കൊക്കെ ശേഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നത് ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കേൾക്കുന്ന ഏറ്റവും വലിയൊരു വിമർശനമാണ് അത് കടമെടുത്തൊരു ഭരണഘടന എന്നുള്ളത്. സോ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും ലോകത്തിലെ വ്യത്യസ്ത ഭരണഘടനകളിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ഭാഗങ്ങളുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ലെക്സ് ഇൻസൈറ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോർഷൻസും ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.